വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 15-1 മുതൽ 10 വരെ. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്നവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാട്ടിൽ എന്ത് പരിപാടി ആര് നടത്തിയാലും മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. രാഷ്ട്രീയ യോഗം മുതൽ ആത്മീക പരിപാടി, കട ഉദ്ഘാടനം, ഓണാഘോഷം, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളുടെയും അനൗൺസ്മെൻറ്റിൻ്റെ അവസാന വാചകം ഒരുപോലെയാണ്. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ വാചകം മൈക്കിലൂടെ എല്ലാവരും വിളിച്ചു പറയും. എല്ലാ പരിപാടികൾക്കും നല്ലവരായ ആൾക്കാരെ മതി, അവർ വന്നാൽ മതി, അവരെ മാത്രമാണ് ക്ഷണിക്കുന്നത്. നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടിയാണ് എല്ലാ പരിപാടികളും എല്ലാ സംഘാടകരും തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ലവരല്ലാത്തവരാരും അങ്ങോട്ട് ചെല്ലുകയേ വേണ്ട. ചുരുക്കി പറഞ്ഞാൽ മാന്യന്മാരെ മതി, അല്ലാത്തവരെ ആർക്കും വേണ്ട. ഇത് സർവ്വസാധാരണമാണ്. നാട്ടിൽ, സമൂഹത്തിൽ മാന്യതയുള്ളവരെയാണ് ആളുകൾക്ക് വേണ്ടത്. ഇനി ആത്മീക പരിപാടികളെടുത്താലോ? നന്നായി ജീവിക്കുന്നവരും സൽപ്പേരുള്ളവരുമാണ് ആത്മീക പരിപാടികളിൽ പങ്കെടുക്കേണ്ടത്. അല്ലാത്തവർ ആ പരിപാടികളുടെ അടുത്തെങ്ങും ചെല്ലാൻ പാടില്ല. ഇത് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും സത്യമായിരുന്നു. അക്കാലത്ത് യേശു ജീവിച്ചിരുന്ന യഹൂദ സമുദായത്തിൽ ആത്മീകമായ കാര്യങ്ങൾ ആളുകളെ പഠിപ്പിച്ചിരുന്നവരായിരുന്നു പരീശന്മാരും ന്യായശാസ്ത്രിമാരും. അവർ ന്യായപ്രമാണം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത് നാട്ടിലെ നല്ലവരായ ആളുകളെയാണ്. എന്നുവെച്ചാൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നോട്ടത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അത്തരക്കാരെ അവർ പഠിപ്പിക്കും, അവരോടൊപ്പം ഭക്ഷണം കഴിക്കും. എന്നാൽ ഈ ആത്മീക ഗുരുക്കന്മാർ ഒരിക്കലും സംസർഗം പുലർത്താത്ത ചില ആളുകൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു ചുങ്കക്കാർ, എന്നുവെച്ചാൽ കരം പിരിക്കുന്നവർ. കരം പിരിക്കുന്നവർ എങ്ങനെയാണ് ഇത്ര മോശക്കാരാകുന്നത് എന്ന് ഇന്ന് നമുക്ക് തോന്നും. അന്ന് അവരുടെ സമൂഹത്തിൽ നികുതി പിരിച്ചിരുന്നത് നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. കാരണം അക്കാലത്ത് യഹൂദന്മാരെ ഭരിച്ചിരുന്നത് പാലസ്തീൻ ആക്രമിച്ച് കീഴടക്കിയ യൂറോപ്യന്മാരായ റോമക്കാരായിരുന്നു. റോമൻ ചക്രവർത്തി സീസറുടെ കീഴിലായിരുന്നു പാലസ്തീൻ അക്കാലത്ത്. യഹൂദന്മാർ കൊടുക്കുന്ന നികുതി റോമൻ സർക്കാരിനായിരുന്നു. എന്നാൽ ഈ നികുതി യഹൂദന്മാരായ സാധാരണക്കാരിൽ നിന്നും വാങ്ങിയിരുന്നത്
റോമക്കാരായിരുന്നില്ല. യഹൂദന്മാരുടെ തന്നെ ഇടയിൽ നിന്നും ചിലരെ റോമൻ ഭരണകൂടം അതിനുവേണ്ടി പണം കൊടുത്ത് നിയമിച്ചിരുന്നു. പണത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെയും രാജ്യക്കാരെയും വഞ്ചിക്കാൻ തയ്യാറായ ചില യഹൂദന്മാർ. അവർക്ക് രാജ്യസ്നേഹമോ ദേശഭക്തിയോ ദേശാഭിമാനമോ ഒന്നുമില്ലായിരുന്നു. അവർക്ക് വേണ്ടത് പണം മാത്രമായിരുന്നു. പണത്തിനു വേണ്ടി അവർ എന്തും ചെയ്യുമായിരുന്നു. എന്തും സ്വന്തം നാടിനെയും നാട്ടുകാരെയും ശത്രുരാജ്യത്തിനും വേണ്ടി വിൽക്കാൻ തയ്യാറായവരാണ് ചുങ്കക്കാർ. അവരുടെ ജോലി യഹൂദന്മാരിൽ നിന്നും എന്ന് വെച്ചാൽ അവരുടെ സ്വന്തക്കാരിൽ നിന്നും നികുതി പിരിച്ച് റോമൻ ഖജനാവിൽ അടയ്ക്കുക. അവരുടെ നാട്ടുകാർ അവരെ വെറുത്തിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നാട്ടുകാരുടെ വെറുപ്പിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവർക്ക് ആരിൽ നിന്നും അവർക്കിഷ്ടമുള്ള തുക കരമായി പിരിക്കാം, ബലമായി പിടിച്ചു വാങ്ങാം. റോമൻ സർക്കാരിന് അതിലൊരു പങ്ക് കൊടുക്കുകയും ബാക്കി അവരുടെ തന്നെ കീശയിൽ വീഴുകയും ചെയ്യും. അവർ രാജ്യദ്രോഹികൾ മാത്രമല്ല, അഴിമതിക്കാരും ചതിയന്മാരുമായിരുന്നു. ആളുകൾക്ക് അവരെ വെറുക്കാൻ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മീക ഗുരുക്കന്മാരെന്ന് സ്വയം കരുതിയിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ഒരിക്കലും ഒരു ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോവുകയോ ഒരു ചുങ്കക്കാരനെ സ്വന്തം വീട്ടിൽ കയറ്റുകയോ ചെയ്യില്ല. ഒരു ഫംഗ്ഷനും ചുങ്കക്കാരനെ അവർ ക്ഷണിക്കില്ല. ഒരു ആത്മീയ പരിപാടിയിലും ചുങ്കക്കാരന് പങ്കെടുക്കാനേ കഴിയുമായിരുന്നില്ല. ചുങ്കക്കാരോടൊപ്പം പറയുന്ന മറ്റൊരു കൂട്ടരാണ് വേശ്യമാർ. അവരും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരുന്നു. വേശ്യമാർ എല്ലാ സമൂഹത്തിലും എന്ന പോലെ യഹൂദന്മാരുടെ സമൂഹത്തിലും മോശക്കാരായി കരുതപ്പെട്ടിരുന്നു. യഹൂദ റബിമാർ പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി സ്ത്രീകളോട് സംസാരിക്കാറില്ലായിരുന്നു. യേശു ശമര്യക്കാരിയായ സ്ത്രീയോട് കിണറ്റിൻ്റെ കരയിൽ വെച്ച് സംസാരിച്ചത് ഓർമ്മയില്ലേ? അത് കണ്ട യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അതിശയം തോന്നി. അതിൻ്റെ കാരണം റബിമാർ സ്ത്രീകളോട് പരസ്യമായി സംസാരിക്കാത്തതായിരുന്നു. മോശമായി ജീവിക്കുന്ന സ്ത്രീ എന്ന പെരുദോഷമുള്ള ഒരു സ്ത്രീയോട് ഒരിക്കലും ഒരു റബി സംസാരിക്കില്ല. അവരെ പഠിപ്പിക്കുകയോ അവരെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ റബിമാർ ചെയ്യുമായിരുന്നില്ല. പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണം ആളുകളെ പഠിപ്പിക്കുവാനും അത് ആളുകളെ കൊണ്ട് അനുസരിപ്പിക്കാനുമാണ് ശ്രമിച്ചിരുന്നത്. അവർ അങ്ങനെയാണ് സ്വയം അവകാശപ്പെട്ടിരുന്നത്. അതിനവർ പറയുന്ന കാരണം, ഇസ്രായേലിലുള്ള എല്ലാവരും ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ചാൽ ദൈവരാജ്യം വരും എന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ദൈവരാജ്യം വരാത്തതിൻ്റെ കാരണം, അതായത് റോമക്കാർ യഹൂദന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം സമൂഹത്തിലുള്ള എല്ലാവരും ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കാത്തത് കൊണ്ടാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ അവർ അവരുടെ സൗകര്യപ്രകാരം വ്യാഖ്യാനിച്ച് 100 കണക്കിന് കൽപ്പനകളാക്കി മാറ്റിയിരുന്നു. ഇത്തരം ചെറിയ ചെറിയ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് പരീശന്മാർ മറ്റുള്ളവരെ വിധിച്ചിരുന്നത്. ശബത്ത് ദിവസം വയലിൽ കൂടി നടന്നുപോയ യേശുവിൻ്റെ ശിഷ്യന്മാർ, അവർക്ക് വിശന്നു. അവർ വയലിൽ നിന്നും പതിര് പറിച്ച് തിന്നു. ഇത് കണ്ട പരീശന്മാർ പറഞ്ഞു, കണ്ടോ, യേശുവിൻ്റെ ശിഷ്യന്മാർ ശബത്തിൽ കൊയ്ത്ത് നടത്തി. ശബത്തിൽ ജോലിയൊന്നും ചെയ്യരുതെന്ന് കൽപ്പനയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ സാമാന്യ ജനത്തിൻ്റെ മേൽ ഭാരമുള്ള കൽപ്പനകൾ കെട്ടിവെക്കുന്നവരായിരുന്നു പരീശന്മാർ. അവർ അംഗീകരിക്കാത്ത രീതിയിൽ ജീവിക്കുന്നവരെയെല്ലാം അവർ പാപികൾ എന്ന് മുദ്ര കുത്തിയിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പഠിപ്പിക്കലുകൾ അനുസരിച്ച് അവർ പറയുന്നത് പോലെ ജീവിക്കാത്തവരാണ് ദൈവരാജ്യത്തിന് തടസ്സം. അതുകൊണ്ട് ചുങ്കക്കാരെയും വേശ്യമാരെയും പോലെ തന്നെ അനവധി സാധാരണക്കാരെയും പരീശന്മാർ കൊള്ളരുതാത്തവരായി മുദ്ര കുത്തിയിരുന്നു. അത്തരക്കാരുമായി ഒരു സംസർഗത്തിനും അവർ തയ്യാറല്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. പരീശന്മാരുടേതിൽ നിന്നും കടകവിരുദ്ധമായിട്ടാണ് യേശു പെരുമാറിയത്.
പരീശന്മാർ എന്ന് വെച്ചാൽ സമൂഹത്തിലെ അന്നത്തെ ആത്മീക നേതാക്കൾ. മോശക്കാരെന്ന് വിളിച്ചവരെയെല്ലാം യേശു കൈക്കൊണ്ടു. ഇന്നാട്ടിലെ നല്ലവരായ ജനങ്ങളെല്ലാം എൻ്റെ അടുത്ത് വരുവിൻ എന്നല്ല യേശു പറഞ്ഞത്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു പറഞ്ഞു. പണക്കാരെ സോപ്പിട്ടുള്ള പ്രസംഗമല്ലായിരുന്നു യേശുവിൻ്റേത്. ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് യേശു പഠിപ്പിച്ചു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം എന്ന് യേശു പറഞ്ഞു. ഇതൊക്കെ സാമാന്യ ജനത്തെ യേശുവിൻ്റെ അടുക്കലെത്തിച്ചു. അതിൽ ചുങ്കക്കാരും വേശ്യമാരും സമൂഹത്തിൽ അത്ര നല്ലവരല്ലാതെ ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു. യേശു അവരെ ഉപദേശിക്കുക മാത്രമല്ല, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇത് യഹൂദന്മാരുടെ ആത്മീക നേതാക്കളായ പരീശന്മാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അവൻ ഇതിനെതിരെ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്തു. മോശക്കാരെന്ന് എല്ലാവർക്കും അറിയാവുന്നവരെ യേശുവിനെ എങ്ങനെ കൈക്കൊള്ളാൻ കഴിയുന്നു എന്നായിരുന്നു അവരുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ശേഷം കണ്ടെത്തിയ ആടിനെ പറ്റിയുള്ള ഉപമ, നഷ്ടപ്പെട്ടിട്ട് കണ്ടെത്തിയ ദ്രഹ്മയുടെ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ ഉപമ, മുടിയൻ പുത്രൻ മടങ്ങി വന്ന ഉപമ. ഈ 3 ഉപമകളും ഒരു സത്യം കേൾവിക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്. പാപികൾ മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ മാനസാന്തരപ്പെടുന്നവരെക്കുറിച്ച് ദൈവം സന്തോഷിക്കുന്നുവെന്നും യേശു ഈ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നു. എന്ന് വച്ചാൽ ദേശദ്രോഹികളെന്ന് എല്ലാവരും വിളിക്കുന്ന ചുങ്കക്കാരും പാപികളും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരുമായ വേശ്യമാരും ചീത്തയാളുകൾ എന്ന് മതനേതാക്കൾ വിളിക്കുന്നവരും മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു. അതുകൊണ്ട് യേശു അവരെ തൻ്റെ കൂടെ കൂട്ടുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവരുടെ പാപങ്ങളിൽ യേശു പങ്കാളിയാകുകയല്ല, മറിച്ച് അവരെ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് യേശു ചെയ്തത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ചുങ്കക്കാർക്കും പാപികൾക്കും അവർ പാപികളാണെന്ന് സമ്മതിക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു എന്നതാണ്. ഇനി യേശു പറഞ്ഞ ആദ്യത്തെ ഉപമ, കാണാതെ പോയ ആടിൻ്റെ ഉപമ നമുക്കൊന്ന് നോക്കാം. 100 ആടുകളുള്ള ഒരിടയൻ്റെ ഒരാടിനെ കാണാതെ പോകുന്നു. കൂട്ടം തെറ്റിപ്പോയ ഒരാട്. അത് മനസ്സിലാക്കിയ ഇടയൻ 99 ആടുകളെ മരുഭൂമിയിൽ വിട്ട് ഒന്നിനെ അന്വേഷിച്ചു. ഒരു പാപി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം സ്വീകരിക്കും എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവം നഷ്ടപ്പെട്ടു പോയ ഒരാളെ തേടിപ്പോകും എന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിൽ ആടിനെ തേടിപ്പോകുന്ന ഇടയനെയാണ് വിവരിച്ചിരിക്കുന്നത്. ആട് ബുദ്ധിയില്ലാത്ത ഒരു ജീവിയാണ്. അത് തീറ്റ തിന്ന് മുമ്പോട്ട് പോകുമ്പോൾ കൂട്ടം വിട്ടു പോകുന്നത് മനസ്സിലാക്കില്ല. കൂട്ടം തെറ്റി എന്ന് ആട് മനസ്സിലാക്കുമ്പോഴേക്കും വളരെ താമസിച്ചിരിക്കും. ഇടയനിൽ നിന്നും കൂട്ടത്തിൽ നിന്നും വളരെ ദൂരെ ആ ആട് എത്തിയിരിക്കും. ഭയപ്പെട്ട ആടിന് ഉറക്കെ കരയാൻ മാത്രമേ കഴിയൂ. ആടിൻ്റെ കരച്ചിൽ മാത്രം ഒരിക്കലും അതിനെ ഇടയൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കില്ല. അതിൻ്റെ കരച്ചിൽ വന്യമൃഗങ്ങളെ അതിലേക്ക് ആകർഷിക്കുകയുള്ളൂ. ആടിനൊരിക്കലും തനിയെ തിരിച്ച് ഇടയൻ്റെ അടുത്തെത്താൻ കഴിയില്ല. ഒരാടിനെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഇടയൻ ആ ആടിനെ തേടിയെത്തുന്നു. ഇതാണ് അന്നത്തെ യഹൂദ മത നേതാക്കൾക്ക് മനസ്സിലാകാതിരുന്നത്. പാപിയായ മനുഷ്യനെ തേടിപ്പോകുന്ന ദൈവം. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് നാം കാണുന്നു. യഹൂദന്മാർക്ക്
അന്യമായിരുന്ന ദൈവത്തിൻ്റെ ഈ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ. നഷ്ടപ്പെട്ടത് ഒരാട് മാത്രമാണെങ്കിലും ഇടയന് ആ ആട് വിലയുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. ഒന്നല്ലേ പോയുള്ളൂ എന്ന് ആ ഇടയൻ ആശ്വസിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താൻ തന്നാലായതെല്ലാം ചെയ്യുന്ന ഇടയൻ. ഇത് പാപിയായ മനുഷ്യനു വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന യേശുവിൻ്റെ ഒരു ചിത്രമാണ് എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുമില്ല. സ്വന്തം ജീവൻ ആടിനു വേണ്ടി നൽകിയ നല്ല ഇടയനാണ് യേശു. കാണാതെ പോയ ആടിനെ തേടി വളരെ ദൂരം സഞ്ചരിച്ച ഇടയൻ ശാരീരികമായി തളർന്നിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ സന്തോഷത്തിൽ ആ ക്ഷീണമൊന്നും ഇടയൻ വകവച്ചില്ല. കണ്ടെത്തിയ ആടിനെ തിരിച്ചു നടത്തിയല്ല ഇടയൻ കൊണ്ടുവരുന്നത്, അതിനെ സ്വന്തം തോളിൽ വഹിച്ചുകൊണ്ടാണ്. ആ നഷ്ടപ്പെട്ട ആട് തനിക്ക് എത്ര വിലയുള്ളതായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. ഒരാൾ ഒരാടിനെ തോളിൽ ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടാൽ നാം എന്ത് വിചാരിക്കും? ഇയാൾക്കുള്ള ഒരേ ഒരാടാണിത്. കാണുന്നവർ അങ്ങനെ കരുതും. ഈ വിധത്തിലാണ് ആ ഇടയൻ നഷ്ടപ്പെട്ട ആടിനെ തിരികെ കിട്ടിയപ്പോൾ പെരുമാറിയത്. ഇങ്ങനെ ആടിനെ മടക്കി കൊണ്ടുവന്ന ശേഷം ആ ഇടയൻ തൻ്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുന്നു. സ്നേഹിതരെ വിളിച്ച് അവരോടൊപ്പം അയാൾ ആഘോഷിക്കുകയാണ്. ഒരാട് നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും അയാൾക്ക് വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു. ആടിനെ തേടിയുള്ള യാത്രയിൽ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ആ ഇടയന് പറയാമായിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട ഒരാടിനെ തിരികെ ലഭിച്ചു എന്ന സന്തോഷത്തിൽ മറ്റെല്ലാം ആ ഇടയൻ മറന്നു. ഇതാണ് യേശു യഹൂദ മത നേതാക്കളോട് പറയാൻ ശ്രമിച്ചത്. നഷ്ടപ്പെടാത്ത 99 ആടുകൾ മാനസാന്തരം ആവശ്യമില്ലാത്തവരാണെന്ന് 7-ാം വാക്യത്തിൽ നമുക്ക് തോന്നും. അവർ മാനസാന്തരം ആവശ്യമില്ലാത്തവരല്ല, മാനസാന്തരം അവർക്ക് ആവശ്യമില്ലെന്ന് കരുതുന്നവരാണ്. അവർക്ക് നഷ്ടപ്പെട്ടു എന്ന തോന്നലില്ല, മാനസാന്തരത്തിന് ആവശ്യവുമില്ല. ഇങ്ങനെ സ്വന്തം ദൃഷ്ടിയിൽ നല്ലവരെന്ന് തോന്നുന്നവരെക്കുറിച്ച് സ്വർഗത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. എന്നാൽ നഷ്ടപ്പെട്ടുവെന്ന് ബോധ്യമുണ്ടായി മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ ആഘോഷം നടക്കുന്നു എന്നാണ് യേശു പഠിപ്പിച്ചത്. ഈ ആഘോഷത്തിൻ്റെ പ്രതിഫലനമാണ് യേശു ഭൂമിയിൽ കാണിച്ചത്. മാനസാന്തരപ്പെട്ട ചുങ്കക്കാരോടും വേശ്യമാരോടും പാപികളോടും കൂടെ യേശു ഭക്ഷണം കഴിച്ചു. അടുത്ത ഉപമയും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് യേശു പറഞ്ഞത്. നഷ്ടപ്പെട്ട ഒരു ദ്രഹ്മയുടെ, ഒരു നാണയത്തിൻ്റെ ഉപമ. വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ വളയമായി ഉണ്ടാക്കി സ്ത്രീകൾ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു ആഭരണമായിരുന്നു ദ്രഹ്മ. ഇത് ഒരു നാണയമായും ഉപയോഗിച്ചിരുന്നു. ഇത് വിലയുള്ളതാണ്. സ്ത്രീകൾ അവർ വിവാഹിതരാണെന്നതിൻ്റെ അടയാളമായി ഇവ കഴുത്തിൽ ധരിക്കാറുണ്ടായിരുന്നു. ഇത്തരം 10 കഴുത്തിൽ ധരിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് അടുത്ത ഉപമ. 10 ദ്രഹ്മകൾ ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. ആദ്യത്തെ ഉപമയിൽ 100-ൽ ഒരാടാണ് നഷ്ടപ്പെട്ടത്. ഈ ഉപമയിൽ അത് 10-ൽ 1. നഷ്ടത്തിൻ്റെ ശതമാനം കൂടുകയാണ്. ആദ്യത്തെ ഉപമയിൽ, ആടിൻ്റെ ഉപമയിൽ 1% നഷ്ടം. എന്നാൽ ഇപ്പോൾ നഷ്ടം 10% ആടിനെ നഷ്ടപ്പെട്ടത് വെളിമ്പ്രദേശത്തായിരുന്നു. എന്നാൽ ഈ നാണയം നഷ്ടപ്പെട്ടത് വീടിനുള്ളിൽ തന്നെയായിരുന്നു. നാണയം വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അത് നഷ്ടപ്പെട്ടിരുന്നു. ആ നാണയത്തിന് അതിരിക്കേണ്ട ഒരു സ്ഥാനമുണ്ടായിരുന്നു. അത് ആ സ്ത്രീയുടെ കഴുത്തിലായിരുന്നു. എന്നാൽ അവിടെ നിന്നും ആ നാണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വേറെ എവിടെയാണെങ്കിലും നഷ്ടപ്പെട്ടത് തന്നെയാണ്. ആ നാണയം വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്കിലും അത് നഷ്ടപ്പെട്ടിരുന്നു. അതിനെ തേടി കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. 9 ഉണ്ടല്ലോ, ഒന്നല്ലേ നഷ്ടപ്പെട്ടുള്ളൂ എന്ന് ആ സ്ത്രീ കരുതിയില്ല. അവൾക്കും ഒന്നിൻ്റെ വില അറിയാമായിരുന്നു. ആ നാണയം
അതിനായി നിശ്ചയിച്ച സ്ഥലത്ത് ഇല്ലാത്തിടത്തോളം കാലം ആ നാണയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെ തേടി കണ്ടെത്തണമായിരുന്നു. ഒരു നാണയം ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടപ്പോഴും ആ നാണയം ആ സ്ത്രീയുടെ തന്നെയായിരുന്നു. മലയാളത്തിൽ വായിച്ചാൽ ഈ കാര്യം വ്യക്തമാകില്ല. പക്ഷേ മൂലഭാഷയിൽ ഈ അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉടമസ്ഥാവകാശം ആ സ്ത്രീക്ക് തന്നെയാണ്. ഇത് മാനസാന്തരപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചും സത്യമാണ്. ദൈവത്തോട് മറുതലിച്ച് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരുടെയും ഉടമസ്ഥൻ ദൈവമാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും ഉടമസ്ഥ സ്ഥാനം ദൈവത്തിനാണ്. ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യം തന്നെയാണ്. വീടിനുള്ളിൽ തന്നെ നാണയമുണ്ടെന്നറിയാമായിരുന്നിട്ടും ആ സ്ത്രീ നാണയത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന മട്ടിലുള്ള ഒരു ഒഴുക്കൻ മനോഭാവമായിരുന്നില്ല ആ സ്ത്രീക്കുണ്ടായിരുന്നത്. വിളക്ക് കത്തിച്ച് അടിച്ചുവാരി സൂക്ഷ്മതയോടെയാണ് അന്വേഷിച്ചത്. നഷ്ടപ്പെട്ട പാപിക്ക് വേണ്ടി ദൈവം എന്തുമാത്രം വിചാരിക്കുന്നു എന്ന് ഇതിൽ നിന്നും കാണാം. യേശു ഈ ഉപമ ഒരു ചോദ്യരൂപത്തിലാണ് അവതരിപ്പിച്ചത്. കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ എന്നാണ് യേശു ചോദിച്ചത്. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയ്ക്ക് വേണ്ടി ശ്രദ്ധാപൂർവം തിരയുന്നത് ഒരു അസാധാരണ കാര്യമല്ല. അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരഞ്ഞു രക്ഷിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. എന്നാൽ യഹൂദ മത നേതാക്കൾ ദൈവത്തെക്കുറിച്ച് നൽകുന്ന ചിത്രം വ്യത്യസ്തമായിരുന്നു. പാപിയെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ദൈവം, മനുഷ്യനെ നിത്യനാശത്തിലേക്ക് തള്ളിയിടുന്ന ദൈവം. അങ്ങനെ ദൈവം പാപികളെ ശിക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഈ മനോഭാവമായിരുന്നു പ്രവാചകനായ യോനയ്ക്കുണ്ടായിരുന്നത്. ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ച അസീറിയക്കാരെ ദൈവം നശിപ്പിക്കുന്നത് കാണാൻ യോന ആഗ്രഹിച്ചിരുന്നു. അസീറിയക്കാരുടെ തലസ്ഥാനമായ നിനവെ പട്ടണം കത്തിപ്പോകുന്നത് കാണാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. അത് കാണുമ്പോൾ ഒരു സുഖം കിട്ടുമെന്നായിരുന്നു യോനയുടെ വിചാരം. അസീറിയക്കാർ മാനസാന്തരപ്പെടാനോ ദൈവം അവരോട് ക്ഷമിക്കാനോ ഉള്ള ഒരു സാധ്യതയും പാടില്ലെന്ന് യോന ചിന്തിച്ചു. അതുകൊണ്ടാണ് യോന ദൈവം പറഞ്ഞത് കേട്ടിട്ടും ആദ്യം നിനവയിലേക്ക് പോകാഞ്ഞത്. തർശീസിലേക്ക് യോന ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ കടലും കാറ്റും കപ്പൽക്കാരും വലിയ മീനും എല്ലാം ചേർന്ന് ഒരു വിധത്തിൽ യോനയെക്കൊണ്ട് ദൈവത്തെ അനുസരിപ്പിച്ചു. എങ്കിലും നിനവേക്കാർ മാനസാന്തരപ്പെട്ടതിൽ യോനയ്ക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. ദൈവം നിനവെ പട്ടണത്തെ ചുട്ടുകളയുന്നത് കാണാൻ പറ്റാഞ്ഞതിലുള്ള വിഷമമായിരുന്നു യോനയ്ക്ക്. ആളുകൾ മാനസാന്തരപ്പെട്ടതിൽ യോന ദുഃഖിച്ചപ്പോൾ ദൈവം സന്തോഷിക്കുകയായിരുന്നു. ഒരു പട്ടണത്തെയും അതിലുള്ള ആളുകളെയും മുഴുവൻ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം അത് ദൈവത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് യോനയ്ക്ക് മനസ്സിലായില്ല. യേശുവിൻ്റെ കാലത്തെ പരീശന്മാർക്ക്, മതനേതാക്കൾക്ക്, അവർക്കും അത് മനസ്സിലായില്ല. യേശു അതാണ് അവരോട് പറയാൻ ശ്രമിച്ചത്. സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്, അല്ലാതെ ഒരു പാപിയെ ദൈവം നശിപ്പിക്കുമ്പോഴല്ല. മാനസാന്തരം സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്നു എങ്കിൽ തീർച്ചയായും ഭൂമിയിലും ആ സന്തോഷം പ്രതിഫലിക്കണം. മാനസാന്തരപ്പെട്ടവരോടുകൂടി ഭക്ഷണം കഴിക്കാനും സമയം ചെലവഴിക്കാനും യേശു തയ്യാറായതിൻ്റെ കാരണം അതായിരുന്നു. ഇതൊക്കെ കണ്ട് നീരസപ്പെട്ട പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു യാതൊരു വിധത്തിലുള്ള അനുകമ്പയോ അനുഭാവമോ കാണിച്ചില്ല. കാരണം സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത്. ഒരു പാപി മാനസാന്തരപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടായിരുന്നു. യേശു അതുതന്നെ ഈ ഭൂമിയിലും ചെയ്തു. മാനസാന്തരപ്പെട്ടവരോടൊത്ത് സന്തോഷിച്ചു. സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്നത് മാനസാന്തരത്തെക്കുറിച്ചാണ്.
സ്വർഗം ദുഃഖിക്കുന്നത് മാനസാന്തരപ്പെടാത്തവരെക്കുറിച്ചാണ്. മാനസാന്തരത്തിന് അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാതിരുന്ന പട്ടണങ്ങളെ ഓർത്ത് യേശു ദുഃഖിക്കുന്നതും നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. പ്രിയ സുഹൃത്തേ, താങ്കൾ മാനസാന്തരം ആവശ്യമില്ലെന്ന് കരുതുന്നയാളാണോ? ഞാനൊരു നല്ലവനാണ്, എനിക്ക് ഒരു കുഴപ്പവുമില്ല, എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ തേടി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ നമ്പർ 072429191. വചനദീപം